Stories of marketing in touch with positive people. പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 27ാമത്തെ ചാപ്റ്ററിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നമസ്കാരം. ഞാൻ ജയകൃഷ്ണൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ 2 പോളിസികളെ കുറിച്ചിട്ടാണ് അല്ലേ. ഇൻറ്റേർണൽ പോളിസി, എക്സ്റ്റേണൽ പോളിസി. അതിൽ ഇൻറ്റേർണൽ പോളിസികളായിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. ഇന്ന് നമുക്ക് ഇൻറ്റേർണൽ പോളിസിയിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് സംരംഭം, അത് ഡിസ്ട്രിബ്യൂട്ടർ ആവട്ടെ, റീറ്റെയിലർ ആവട്ടെ, ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാണവായു എന്ന് പറയുന്നത് കളക്ഷൻ, പേയ്മെന്റ്, ഒരു പ്രോഡക്റ്റ് സർവീസ് കൊടുത്തിട്ട് കിട്ടുന്ന റിട്ടേൺ, നമ്മുടെ പേയ്മെന്റ്സ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ക്യാഷ്, അതിനെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ഓരോ സ്ഥാപനത്തിന്റെ ഇന്റേണൽ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഔട്ട്സ്റ്റാൻഡിങ് കൂടിക്കൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും ആ ബിസിനസ് അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിന്, അതിൻ്റെ പ്രോസസ്സിന് എന്തുമാത്രം എക്സ്പെൻസുകൾ ആ ഓർഗനൈസേഷന് വരും, ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് വരും. മാസാവസാനം സാലറി കൊടുക്കണം, റെന്റ് കൊടുക്കണം, മറ്റുള്ള സൺഡേ എക്സ്പെൻസുകൾ ഓരോന്ന് കൊടുക്കണം, പിന്നെ ഓർഡേഴ്സ് എടുക്കണം, കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റിൽ നിന്നും ഓർഡേഴ്സ് വാങ്ങിക്കണം. അങ്ങനെ എന്തുമാത്രം നിരവധി അനവധി ചെലവാണ് വരുമ്പോൾ. അപ്പൊ എന്തുമാത്രം സെയിൽ നടത്തുന്നു, ഒരു 5 ലക്ഷം രൂപയുടെ സെയിൽ ഒരു മാസം നടത്തിയാൽ കളക്ഷൻ ഏകദേശം അതിനേക്കാൾ ആനുപാതികമായിട്ട് 5,50,000 കളക്ഷനും കിട്ടിയിരിക്കണം. ആ രീതിയിൽ ബിസിനസ് ചെയ്തില്ലെങ്കിൽ, 5 ലക്ഷത്തിന്റെ സെയിൽ നടത്തുമ്പോൾ 5,50,000 കളക്ഷൻ കിട്ടണം എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ ഷോപ്പുകളിലും മാർക്കറ്റിൽ നിന്ന് കളക്റ്റബിൾ ആയിട്ട് കുറെ പൈസ കിടക്കുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോ അതുകൂടി പരിഗണിച്ചിട്ടാണ് പറഞ്ഞത് 5 ലക്ഷം കൊടുക്കുമ്പോൾ 5,50,000 അതിൻ്റെ അടുത്തെങ്കിലും ഫണ്ട് വന്നില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഫണ്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര പ്രതിസന്ധിയിലാകും. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും സഡൻ ആയിട്ട് എന്ത് ചെയ്യും? സെയിൽ അങ്ങ് കുറയ്ക്കും. ഈ സെയിൽ കുറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഡീലേഴ്സിനായാലും നിങ്ങൾ കൊടുക്കപ്പെടുന്ന സർവീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് കൊടുക്കുകയോ ചെയ്യുന്ന അവർക്ക് അത് സ്റ്റക്കായി പോകും, നിന്ന് പോകുന്ന ഒരവസ്ഥ വരും. ഇങ്ങനെ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് ബിസിനസ്സിനെ കൊണ്ട് നിങ്ങളായിട്ട് എത്തിക്കരുത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? അതിനുവേണ്ടി കസ്റ്റമറെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ, അയാളുടെ സറൗണ്ടിങ്, അയാളുടെ സ്വഭാവങ്ങൾ, അയാൾ പേയ്മെന്റിൽ എങ്ങനെ, ബിസിനസ്സിൽ എങ്ങനെ, അയാൾ വാക്കുപാലിക്കുന്ന ആളാണോ, കൃത്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു നോളജ് ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടായിരിക്കണം. അയാളെ പഠിച്ചിരിക്കണം. അയാൾ ബൾക്കായിട്ട് എടുത്തിട്ട് പേയ്മെന്റ് തരാതെ നാടൻ ഭാഷയിൽ ചവിട്ടുന്ന സ്വഭാവമുള്ള വ്യക്തിയാണോ, അതോ പേയ്മെന്റ് കൃത്യമായിട്ട് തരുന്ന വ്യക്തിയാണോ? അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റിലായിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് അങ്ങനെ ഒരു ഡിലേ, ഒരു ബ്ലോക്ക് വന്നതാണോ? ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി, സ്റ്റഡി നടത്തി അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നും പതുക്കെ നമ്മൾ സെയിൽ കുറച്ച് കളക്ഷൻ മേടിച്ചിട്ട് റിമൂവ് ചെയ്ത് പുറത്തേക്ക് വരിക, ഔട്ടായി പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നയം വേണ്ടത്. മനഃപൂർവമായിട്ട് നമ്മുടെ പേയ്മെന്റ് അയാളുടെ ഷോപ്പിൽ കിടക്കുകയും അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ ഫണ്ട് മേടിച്ചിട്ട് നമുക്ക് തരാതിരിക്കുകയോ, വേറെ കസ്റ്റമർ അങ്ങനെ ചെയ്യുകയോ, വേറെ ഏത് തരത്തിലുള്ള ഡയറക്റ്റ് മാർക്കറ്റിങ്ങോ റീറ്റെയിൽ മാർക്കറ്റിങ്ങോ ഏതുമാവട്ടെ, അങ്ങനെ നമ്മളെ മനഃപൂർവ്വമായി പേയ്മെന്റ് ഡിലേ ചെയ്യുകയാണെങ്കിൽ വളരെ തന്ത്രപൂർവ്വം അവിടുന്ന് ഫണ്ട് സെയിൽ കുറച്ച് കളക്ഷൻ മേടിച്ചിട്ട് അവിടുന്ന് ഊരിപ്പോരുക എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം.
അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന സംഭവങ്ങൾക്ക് ബിസിനസ്സിൽ വരാം. ബിസിനസ്സാണ് സംഭവിക്കാം. അതിനൊക്കെ നമ്മൾ കുറച്ച് ഒരു സമയപരിധി കൊടുത്ത് ചെയ്യണം. പിന്നെ നമ്മളെ എന്താണ് ഇന്റേണൽ പോളിസികളിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നൊരു കേസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാവർക്കും സെയിൽ നടത്താൻ അറിയാം. ആരും പ്രോഡക്റ്റ് എടുത്ത് വെച്ചോളൂ. അപ്പോൾ പ്രോഡക്റ്റ് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ സമീപിക്കേണ്ട രീതി വെറുതെ വാരിക്കോരി കൊടുക്കാതെ കസ്റ്റമറെ പഠിച്ച് മാത്രം പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുക. അങ്ങനെ സപ്ലൈ ചെയ്യാതിരുന്നാൽ, പഠനം നടത്താതിരുന്നാൽ, ഒരു റെഫറൻസ് 3, 4, 5 ആളുകളോട് ചോദിച്ച ശേഷം അവിടെ കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരാൾ വാരിക്കോരി കുറേയധികം ഓർഡർ തന്നിട്ട് അത് മുഴുവൻ അയച്ചു കൊടുക്കണമെന്ന് നിങ്ങളുടെ അടുത്ത് ആദ്യത്തെ സപ്ലൈ തന്നെ പറഞ്ഞാൽ ഉടനടി പേയ്മെന്റ് ചോദിച്ചോളണം. റെഡി പേയ്മെന്റിലാണ് സപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പറയാൻ പറ്റണം. അതിന് പകരം അയാൾ ചിന്തിക്കുകയാണ്, എന്നെ പോലെ ഞാൻ കൊടുത്തില്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കും, അവർ കൊടുക്കട്ടെ. അല്ല, അവർ കൊടുക്കട്ടെ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു റിപ്ലൈ ആയിട്ട് പറയാനുള്ളത്. കാരണം അങ്ങനെ കൊടുത്താൽ നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് ജീവിക്കാനും നോർമലായിട്ടെങ്കിലും ലാഭം കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സാധിക്കാതെ വരികയും പേയ്മെന്റ് കളക്ട് ചെയ്യപ്പെടാതെ വരികയും ചെയ്യുന്ന ബിസിനസ് എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം? അതുകൊണ്ടൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ ക്വാളിറ്റികൾ പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സമയനിഷ്ഠ, അത് കൊടുത്ത പേയ്മെന്റ് വാങ്ങിക്കുന്നതിന് കൃത്യമായ ക്ലാരിറ്റിയോടെ 1 മാസം 2 മാസം അത് പറഞ്ഞ് വാങ്ങിച്ചിരിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഷോപ്പ് വളരെ സാവധാനം അവിടെ നിന്ന് റിമൂവ് ചെയ്ത് പുറത്തു വരിക എന്നുള്ളതാണ് ഒരു നയം സ്വീകരിക്കേണ്ടത്. പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അറിയാം, നിങ്ങളുടെ മനസ്സിൽ തന്നെ കുറച്ച് കസ്റ്റമേഴ്സിനെ തിരിച്ചു വച്ചിരിക്കുന്നു. പേയ്മെന്റ് റെഡി ആയിട്ട് തരുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ പേയ്മെന്റ് ഒരു 15 ദിവസത്തിനുള്ളിൽ തരുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ പേയ്മെന്റ് 30 ദിവസത്തിനുള്ളിൽ തരുന്ന കസ്റ്റമേഴ്സ്. നിങ്ങൾ ഉറപ്പായിട്ടും അത് പ്രിഫറൻസ് കൊടുക്കുന്നത് പേയ്മെന്റ് റെഡി കൊടുക്കുന്നവരും, അല്ലെങ്കിൽ പേയ്മെന്റ് 7 ദിവസം, ഒരു 15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് തരുന്നവർക്കായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. കാരണം അങ്ങനെയുള്ള പാർട്ടികളെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പേയ്മെന്റ് ഡിലേ വന്നു എന്ന് കരുതി നിങ്ങളുടെ അടുത്ത് പേയ്മെന്റ് ഡിലേ വന്നെന്നില്ല. നിങ്ങളായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളായിട്ടുള്ള പെരുമാറ്റ രീതികൾ അത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം പേയ്മെന്റ് ഈ പറഞ്ഞ പോലെ 15 ദിവസത്തിനുള്ളിൽ തരുന്നവർക്ക് സപ്ലൈ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. അത് നിങ്ങളെ ഗോൾഡൻ ഡീലേഴ്സ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അവർക്ക് വേണ്ട സപ്പോർട്ടും സൗകര്യങ്ങളും കൊടുത്ത്, അതാണ് ഒരു പരിധിവരെ നിങ്ങളെ നിലനിർത്തുന്നത്, ബിസിനസ്സിൽ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് എന്ന റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു ഗോൾഡൻ ഡീലറായിട്ട് പരിഗണിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കൊടുത്ത് സ്പെഷ്യൽ ഓഫറുകൾ കൊടുത്ത് അവിടെ കൂടെ നിർത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം. അപ്പോൾ ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. നമുക്ക് ഗോൾഡൻ ഡീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം. അതുപോലെ മാർക്കറ്റിൽ എന്തുമാത്രം നിങ്ങൾ സെയിൽ നടത്തുന്നുവോ അതിന് ആനുപാതികമായിട്ടുള്ള കളക്ഷൻ, അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. സെയിൽ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു, കളക്ഷൻ വരുന്നില്ലെങ്കിൽ ആനുപാതികമായിട്ട് സെയിൽ കുറച്ച് കളക്ഷൻ മേടിക്കാനുള്ള നടപടികളിലേക്ക്, അത് ഫോക്കസ് ചെയ്തുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ പോയില്ലെങ്കിൽ മാർക്കറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങളുടെ കൂടി വരികയും കിട്ടുന്നില്ല, കൊടുക്കുന്നതിന്റെ പകുതി പോലും തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പോയാൽ നിങ്ങളുടെ സ്ഥാപനം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഫണ്ട് എന്ന് പറയുന്നത്, ഫണ്ട് ഇൻഫ്ലോ വരണം ഇങ്ങോട്ട്, അത് നിങ്ങളുടെ ബിസിനസിന്റെ പ്രാണവായു തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ്.